അത് തിരുത്താൻ അവസരം ഞാൻ സസന്തോഷം സ്വീകരിക്കും. പലപ്പോഴും രമേശ് ജി, ചില ആളുകൾ വാളെടുത്ത് എൻ്റെ അടുത്ത് വരാൻ സന്നദ്ധരായിട്ട് അങ്ങനെ അത്രമാ അരിശത്തോടു കൂടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ വന്നിട്ട് സംസാരിച്ച് പോകുമ്പോൾ ഉണ്ടാവാറുള്ളത്, ഷംസുദ്ദീൻ, അബുദാബിയിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഷംസുദ്ദീൻ ഇനി അബുദാബിയിൽ വരുമ്പോൾ ലഞ്ച് ഞങ്ങൾ ഒന്നിച്ച് കഴിക്കണം, യു മസ്റ്റ് കം ടു മൈ ഹോം എന്ന് പറഞ്ഞിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ദേഷ്യം വരിക എന്ന് പറഞ്ഞൊരു സംഭവം എനിക്കില്ലാത്തതാണ്. അപൂർവമാണല്ലേ? അപൂർവമല്ല, തീരെയില്ലാത്തതല്ല. ആരോടും ദേഷ്യപ്പെടാറില്ല, സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അതൊക്കെ സാധാരണയാണ്. ഞാനതിനെ സസന്തോഷം നേരിടും. കാരണം എന്തെങ്കിലും തെറ്റ് പറ്റാതെ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാതെ ആയിരിക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നത്. അപ്പോൾ തിരുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ സ്വയം തെറ്റ് തിരുത്തുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇത് രണ്ടുമാണ് ചെയ്യേണ്ടത്. തെറ്റ് തിരുത്താൻ എപ്പോഴും ഞാൻ സന്നദ്ധരാണ്. അതുകൊണ്ട് അങ്ങനൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ 10 വർഷമായില്ലേ ഇതിൽ കൂടെ. അപ്പോഴും 10 വർഷമായി നമ്മൾ. അതെ, ബർജിയിൽ തുടങ്ങിയ കാലഘട്ടം. അതെ, നവംബറിലാണ് നമ്മൾ ഈ വേദി തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഒരു കടുത്ത ഭാഷ പറഞ്ഞിട്ടുള്ള അവർക്ക് തന്നെ പിന്നീട് തോന്നുന്നത് സോറി പറഞ്ഞിട്ടാണ് അവർ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നൊരു ഇഷ്യൂ അല്ല. എന്തായാലും ഈ സന്ദർഭം എല്ലാവരെയും ഓർമ്മിക്കാൻ, ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. നന്ദി. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ആ ഒരു ജീവിത വഴിയിലൂടെ കടന്നു വന്നപ്പോൾ പല കാര്യങ്ങളും. കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ സമ്പാദ്യശീലം ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പ്രായോഗികവൽക്കരിക്കുന്നത് എങ്ങനെയാണെന്ന് കെ.വി. ഷംസുദ്ദീൻ എന്ന് താങ്കൾ പറഞ്ഞിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ രീതിയിൽ നമുക്കും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെന്നൊരു വിശ്വാസമുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട് അങ്ങനെ അറിഞ്ഞതിൽ. നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് ശ്രോതാക്കളുടെ കോൾസൂടെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. അല്ല, ഈ ചെറുപ്പവും പ്രസരിപ്പും അധികകാലം നിലനിർത്താൻ കഴിയില്ല അല്ലേ? ആര് പറഞ്ഞു? ന്യൂസിലൻഡ് റോയൽ ജെല്ലി കണ്ടെത്തും വരെ അങ്ങനെയായിരുന്നു ഞാനും കരുതിയിരുന്നത്. ഇപ്പോൾ എനിക്ക് എന്നും ചെറുപ്പമാ. നല്ല പ്രസരിപ്പും ഊർജ്ജസ്വലതയും മാത്രമല്ല ഓർമ്മശക്തിയും കാര്യശേഷിയും കൂടി. അതെങ്ങനെ? അതല്ലേ ന്യൂസിലൻഡ് റോയൽ ജെല്ലിയുടെ പ്രത്യേകത. ന്യൂസിലാൻഡ് റോയൽ ജെല്ലി ച്യൂവബിൾ ടാബ്ലറ്റ്സ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം. ജീവിതകാലം മുഴുവൻ ആരോഗ്യവും ചുറുചുറുക്കും പ്രസരിപ്പും പ്രദാനം ചെയ്യുന്ന കൊളസ്ട്രോൾ അടങ്ങിയ ന്യൂസിലാൻഡ് റോയൽ ജെല്ലി ടാബ്ലറ്റ്സ് ഇപ്പോൾ UAE എല്ലാ ഫാർമസികളിലും സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യം. മാർക്കറ്റഡ് ബൈ അറബ് വേ ട്രേഡിംഗ് അബുദാബി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 05058171104. റെന്റ് കാർ സേവന രംഗത്ത് വ്യത്യസ്തമായ പദ്ധതികളുമായി അരോമ റെന്റ് കാർ ദുബായ്. വിവിധ തരം കാറുകളുടെ വിപുലമായ ശ്രേണി, സ്റ്റാഫ് ട്രാൻസ്പോർട്ടേഷൻ, ടൂർ ഗ്രൂപ്പ്, ഹോട്ടൽ ഗസ്റ്റ് തുടങ്ങി ഗ്രൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യങ്ങൾക്ക് പ്രത്യേക സംവിധാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 04355433 05094904456 or log on www.aromarentcar.net. അരോമ റെന്റ് കാർ ദുബായ് ഒരു അരോമ ഗ്രൂപ്പ് സംരംഭം. ഏഷ്യനെറ്റ് മിഡിൽ ഈസ്റ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജോൺ ബ്രിട്ടാസ് ഷോ ആയ സ്ട്രെയിറ്റ് ടോക്കിന്റെ ചിത്രീകരണം ഒക്ടോബർ 14, 15 വെള്ളി, ശനി ദിവസങ്ങളിൽ ദുബായിൽ നടക്കുന്നു. ഗൾഫ് മലയാളികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ട്രെയിറ്റ് ടോക്കിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 056-618-3087. നമ്പർ ഒരിക്കൽ കൂടി 056-618-3087. രമേശേ, നീ എന്താ വല്ലാതിരിക്കുന്നേ? തോമസേ, ഞാനിന്ന് ഡോക്ടറെ കണ്ടു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഷുഗറും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഒന്നും കൺട്രോൾ ആയിട്ടില്ല. മരുന്ന് കഴിച്ചാണെ മടുത്തു. നീ അറിഞ്ഞില്ലേ, അബുദാബി അപ്പോളോ മെഡിക്കൽ സെന്ററിൽ ഡോക്ടർ സന്ദീപ് ടി കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ മെഡിസിനിലും ഡയബറ്റീസിലും MD-യും MRCP-യും ഉള്ള ഡോക്ടർ സന്ദീപിന്റെ സേവനം എല്ലാ ദിവസവും അപ്പോളോയിൽ ലഭ്യമാണ്. അപ്പോളോ മെഡിക്കൽ സെന്റർ ആതുര സേവനത്തിന് അബുദാബിയിൽ പുതിയൊരധ്യായം. ഹംദാൻ സ്ട്രീറ്റ്, BHS ബിൽഡിംഗ്, നിയർ ADCB ബാങ്ക്, അബുദാബി. ഫോൺ 026397733.
ഹലോ, ഇത് വിജയനാ. എന്തൊക്കെയുണ്ട്? ഗൾഫിലേക്ക് തിരികെ വരാൻ തോന്നുന്നുണ്ടോ? എന്തായാലും പോകുന്നില്ലേ? യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നിക്ഷേപമൊക്കെ ചെയ്തു പോകുന്നതുകൊണ്ട് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. എന്ത് ആത്മവിശ്വാസം നിനക്ക്? എന്ത് നിക്ഷേപം നടത്തിയേ? 10 വർഷം ഗൾഫിൽ നിന്നപ്പോ ബർജിൽ ജിയോജി സെക്യൂരിറ്റീസ് വഴി ഞാൻ സുരക്ഷിതമായി നിക്ഷേപം നടത്തിയിരുന്നു. ഇപ്പൊ അതൊരു വലിയ തുകയായെന്ന് മാത്രമല്ല, അതിൽ നിന്ന് ലഭിക്കുന്ന മാസ വരുമാനം കൊണ്ട് ചെലവുകൾ സുഖമായി നടന്നു പോവുകയും ചെയ്യുന്നു. അവരുടെ ദുബായിലെ നമ്പറും തരുമോ? എനിക്കും ഭാവിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടം. 050145598. ഇന്ന് തന്നെ വിളിക്ക്. ഭാവിയെ കുറിച്ച് പുഞ്ചിരിയോട് ചിന്തിക്കുക. UAE അഹല്യ മണി എക്സ്ചേഞ്ച് സെന്ററുകളിലൂടെ ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫറിനുള്ള വിവിധ സംവിധാനങ്ങൾ ലഭ്യമാണ്. ഇൻസ്റ്റന്റ് ക്യാഷ്, എക്സ്പ്രസ് മണി, ഈസി റെമിറ്റ്, മണിഗ്രാം തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും വേഗത്തിൽ ഏറ്റവും സുരക്ഷിതമായി നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയക്കാം. കേരളത്തിൽ എല്ലായിടത്തുമുള്ള അഹല്യ എക്സ്ചേഞ്ചിന്റെ ശാഖകളിലൂടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലൂടെയും പണം സ്വീകരിക്കാം. അഹല്യ എക്സ്ചേഞ്ച്, ബെസ്റ്റ് റേറ്റ്, ബെസ്റ്റ് സർവീസ്. അഹല്യ ജീവിതരേഖ തുടരുന്നു. ജീവിതരേഖയിൽ നിന്ന് സാമ്പത്തിക ആസൂത്രണ നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ KV ഷംസുദ്ദീനാണ്. ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ തീർക്കാം. വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഹലോ, അത് മൻസൂറാണ് വിളിക്കുന്നത്. പറയൂ മൻസൂർ. പിന്നെ ഈ SIP 2000 രൂപയുടെ SIP ടാറ്റ സെലക്ട് ഇക്വിറ്റിയിൽ ഓപ്പൺ ചെയ്തിരുന്നത്. ഓക്കെ. അപ്പൊ അത് ഈ 2000 കൂടുതൽ മാസം അതിൽ കൂടുതൽ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് കൊടുത്തിട്ട് നിക്ഷേപിക്കുക. സെപ്പറേറ്റ് ചെക്ക്, അതായത് അത് പോയിക്കൊണ്ടിരിക്കും. അത് കൂടാതെ താങ്കൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെക്ക് അതേ പേരിൽ കൊടുത്ത് നിക്ഷേപിക്കുക. അതേപോലെ ആ ഇതിൽ തന്നെ നിക്ഷേപിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ONGCന്റെ ഷെയർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ 311 വാങ്ങിയതാണ്. അപ്പൊ അത് 270. അത് എന്താ കീപ്പ് ചെയ്യണോ അതോ? പറ്റുകയാണെങ്കിൽ ഇനിയും വാങ്ങിക്കുക. ഞാൻ ONGC വാങ്ങിക്കാൻ 1-2 തവണ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു. ഈ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുക. അത് വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കാൻ സാധ്യതയുള്ളതാണ്. 311 കവർ ചെയ്യേ? 311 ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 700-800, ചിലപ്പോഴും ഒരു കാലത്ത് 1000 ഒക്കെ എത്താൻ സാധ്യതയുള്ള ഒരു ഷെയർ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ലോങ് ടേമിൽ. ഞാനൊന്നും ഷോർട്ട് ടേം പറയാറില്ല. അതെ, ഒരു 4-5 വർഷമൊക്കെ താങ്കൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ 1000-ൽ കൂടുതൽ എത്താൻ സാധ്യതയുള്ള ഷെയറാണത്. അത്ര സാധ്യതയുള്ളതാണ്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ മൻസൂർ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. അതെ, അശോകനാണ്. പറയൂ അശോകൻ. അശോകൻ എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്നാ സംസാരിക്കുന്നത്? ഹലോ, ഓക്കെ, പറയൂ അശോകൻ. സാർ, എന്റെ കയ്യിൽ ഒരു 8 കൊല്ലം മുന്നേ വാങ്ങിയ സാർ IPO സജസ്റ്റ് ചെയ്ത ഒരു ഷെയർ ആണ്. ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നന്നായി പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. ഹലോ, നന്നായി പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. അതിനെ പറ്റി ഒന്ന് അറിയാനാ. ഇപ്പോൾ താങ്കൾ എന്ത് വിലയ്ക്ക് മേടിച്ചു? ഇപ്പോഴത്തെ പ്രൈസ് എന്തെന്നൊന്ന് പറയൂ. ഞാനൊരു 22 രൂപ ലെവലിലാണ് മേടിച്ചത്. ഇപ്പോഴോ? അത് IPO മേടിച്ചതാ. അതെ, ഇപ്പോഴത്തെ പ്രൈസ് നോക്കാറുണ്ടോ? 22 രൂപ ഏതാണ്ട് ആ ലെവലിൽ തന്നെയാണ്. അത് കയ്യിൽ വെച്ചോളൂ. ഉയരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഇപ്പോഴാണ് 22 രൂപ ആയത്. അത് അതിലൊക്കെ എത്രയോ ഉയർന്ന പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഇത് കിട്ടി, ബോണസ് കിട്ടിയല്ലോ, ഡിവിഡൻഡ് കിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ കണക്ക് കൂട്ടേണ്ടതാണ്. അത് കൂടാതെ ലോങ് ടേമിൽ നന്നാവാൻ സാധ്യതയുള്ള കമ്പനിയാണ്. കേരളത്തിലെ ഒട്ടുമുക്കാലും ബാങ്കിങ് കമ്പനികൾ നന്നാവാൻ സാധ്യതയുള്ളതാണ്. അതെ, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതുപോലെ പല ബാങ്കുകളുണ്ടല്ലോ, കാത്തക് സിറിയൻ ബാങ്ക്, ഇതെല്ലാം നന്നാവാൻ സാധ്യതയുള്ള ബാങ്കുകളാണ്. ബാങ്കിങ് ഷെയർസ് ഇപ്പോൾ കുറഞ്ഞ സാഹചര്യത്തിൽ മേടിച്ചു വെക്കുന്നത് നല്ലതാണ്, ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് കുഴപ്പമില്ല, ഹോൾഡ് ചെയ്യാനല്ലേ കംപ്ലീറ്റ്? അതന്നെ എൻ്റെ അഭിപ്രായം, ഹോൾഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ്. പക്ഷെ ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ഇതിപ്പോൾ ഒരു 40-60 എത്തുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ താങ്കൾക്ക് കൊടുത്തിട്ട് ഫണ്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു കുറവ് വരുന്ന സമയത്ത് വീണ്ടും വാങ്ങിക്കാം. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്.
അല്ല 8 വർഷമായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അത് അന്നത്തെ IPO സാറ് വെള്ളിയാഴ്ചകളിലുണ്ടായിരുന്നു. അതെ, അത് താങ്കൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആദ്യം ഡിമാറ്റ് ചെയ്യുക. ഓക്കെ. കടലാസ് ഫോമിലല്ലേ ഇപ്പോൾ കയ്യിലുള്ളത്? അതെ. അത് ഡിമാറ്റ് ചെയ്യുക. ഞങ്ങൾ ഓഫീസിൽ പോയിട്ട് ഡിമാറ്റ് ചെയ്യുക, ഡിമാറ്റീരിയലൈസ് ചെയ്യുക, ഇലക്ട്രോണിക് രൂപത്തിലാക്കുക. അപ്പോൾ അങ്ങനെ ആക്കാതെ നിങ്ങൾക്ക് ഇനി വില കൂടിയാലും 100 രൂപ ആയാലും വിൽക്കാൻ പറ്റില്ല. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് പാൻ കാർഡ് എടുക്കണം. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആരുടെയൊക്കെ കയ്യിൽ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത ഷെയർസ് കടലാസ് രൂപത്തിലുണ്ടോ അവർ കഴിയുന്ന വേഗത്തിൽ അത് ഇലക്ട്രോണിക് ഫോം